ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ്. അതുകൊണ്ട് സർക്കാരിനെ അതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രിയും അതുപോലെ ധനമന്ത്രിയും ഐസക്കും, അന്നത്തെ തോമസ് ഐസക്കും, അത് തന്നെ ഇപ്പോഴത്തെ ബാലഗോപാലായാലും ശരി, അവരൊക്കെ സമാധാനം പറയേണ്ടതാണ്. അതിനൊരു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നോട്ടീസിന് മറുപടി കൊടുക്കുക. ഷോക്കോസ് നോട്ടീസ് ED ആക്ട് അനുസരിച്ച് അത് എനിക്ക് തോന്നുന്നില്ല നിയമപരമായിട്ട് അത് നിൽക്കാനായിട്ട് കഴിയില്ല. കോടതിയിൽ അല്ലെങ്കിൽ EDയുടെ മുമ്പിൽ നമ്മൾ അത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഇത് വിദേശ ഫോറിൻ കറൻസികളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇന്ത്യൻ റുപ്പി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ്. ഇന്ത്യൻ റുപ്പിയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ധാരാളം പേര് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യൻ റുപ്പി അവർ ഇന്ത്യയുമായിട്ടുള്ള എക്സ്ചേഞ്ചിലും മറ്റും. കാരണം റഷ്യയായിട്ട് ഇപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. അവിടുന്ന് വരുന്ന ഫ്യൂവല്, എണ്ണ വരുന്നതെല്ലാം നമ്മൾ ഡോളറല്ല കൊടുക്കുന്നത്. റഷ്യ അത് അംഗീകരിച്ചു. ഇന്ത്യൻ റുപ്പിക്ക് പതുക്കെ പതുക്കെ വില കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഇന്ത്യൻ റുപ്പിയാണ് നമ്മളതിന് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ റഷ്യയായിട്ട് അങ്ങനെ ഒരു ഇടപാടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കിഫ്ബിക്ക് ഈ മസാല ബോണ്ടിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയുടെ പണം വരുന്നത്? അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തടസ്സമില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഫൈനാൻഷ്യൽ വിദേശ രാജ്യങ്ങളോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഫൈനാൻസ് സംഘടിപ്പിക്കാമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും വിദേശത്ത് നിന്ന് അങ്ങനെ ഫണ്ട് നമ്മൾ സമ്പാദിച്ചിട്ടില്ല. പക്ഷെ കേരളം മാത്രം അത് ചെയ്തത് നിയമത്തിന്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ടിലെ ആവശ്യമായ മോഡിഫിക്കേഷൻ വരുത്തി സെബിയുടെയും റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ഫണ്ട് വന്നുകൊണ്ട് അതുകൊണ്ട്